ഇതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി കഴിച്ചു നോക്കാം ഗൈസ്. അപ്പോൾ ഞാൻ കഴിച്ചോട്ടെ. എങ്ങനെ ഉണ്ടെന്ന് പറ. അപ്പോൾ ഗൈസ്, വെൽക്കം ടു പാതിരാത്രി കുക്കിംഗ് വീഡിയോ ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പാതിരാത്രി 10 മണി ഏകദേശം കഴിഞ്ഞപ്പോൾ നമ്മുടെ പതിവ് പോലെ നമ്മൾ ഫുഡ് ക്രൈംസിൽ കയറി വന്നു. പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നോക്കിയില്ല. ഫ്രിഡ്ജിനകത്ത് പോയി താണ്ട് ഇവനെ എടുത്തു, 2 തട്ട് തട്ടി അങ്ങ് റെഡിയാക്കി. ഇനി ഇവനെ സെറ്റാക്കി വറുത്ത് ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല ഗൈസ്. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ പണിപ്പുരയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. അപ്പം നമ്മുടെ പണിപ്പുരയിലേക്ക് എത്തിയപ്പോഴത്തേക്കും നമ്മുടെ റെഡ് ബെല്ലി ഏകദേശം ഇവിടെ സെറ്റായിട്ട് ഇപ്പോൾ ഉണ്ട്. ഇനി ഇവനെ അങ്ങോട്ട് നിർത്തി അങ്ങോട്ട് ഗ്രില്ല് ചെയ്താൽ മാത്രം മതി ഗൈസ്. നമ്മൾ ഗ്രില്ല് ചെയ്യാനായിരുന്നു പരിപാടി, പക്ഷേ ഗ്രില്ലിങ് നടക്കൂല, കാരണം ഗ്രില്ലില്ല. അപ്പം ഗൈസ് നമ്മൾ നമ്മുടെ ചട്ടിയല്ല എന്താ ദോശക്കല്ല്, അതെ, നമ്മുടെ ദോശക്കല്ല് അവിടെ സെറ്റായിരിക്കും. അപ്പോൾ ദോശക്കല്ല് വെച്ച് ഇവനെ അങ്ങ് സെറ്റാക്കാം. മൈൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയും ഇത് സെറ്റാക്കി എടുക്കുന്നവരെ ഉറക്കില്ല ഗൈസ്. ഇപ്പോൾ സമയം ഏകദേശം 10:25 ആയിട്ടുണ്ട്. നമുക്കൊരു 12 മണിക്കുള്ളിൽ ഇവനെ തരണം, എന്നാലേ ഇന്നത്തെ ഫുഡ് ക്രൈംസ് നമുക്ക് അടങ്ങും. അപ്പോൾ ഏകദേശം ഇവനെ ക്ലീൻ ചെയ്തെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഏകദേശം ഇവനെ നമ്മൾ അവിടെ നിന്നെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവനെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇനി സെറ്റാക്കി എടുത്താൽ. അപ്പോൾ നമ്മുടെ പരിപാടി എന്തൊക്കെയാണ്? നമുക്ക് ആദ്യം ഇതിനുള്ള മസാല റെഡിയാക്കാം. മസാല, അപ്പോൾ നമുക്ക് മസാല റെഡിയാക്കുന്നതിനകത്തോട്ട് പോകാം ഗൈസ്. അപ്പം ബാക്കിയെല്ലാം കാണണം. പിന്നെ പച്ചമുളക്, ഇത് പുതിനയില, ഓക്കെ, നാരങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മല്ലിയില. നമുക്കൊരു ഗ്രീൻ മസാല ഓക്കെ. പിന്നെ തൈര് ആഡ് ചെയ്യുന്നില്ലേ? തൈര് ആഡ് ചെയ്യണം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. തൈര് എന്താ ആഡ് ചെയ്യുന്നതിനകത്ത് കൂടുതൽ എന്ത് കിട്ടും? സോഫ്റ്റ് ആവും, ടേസ്റ്റും കിട്ടും. ആണല്ലേ. അപ്പോൾ ഗൈസ്, നമുക്ക് വേണ്ടി ഇവനെ അങ്ങ് മൊത്തത്തിൽ പരുവാക്കി സെറ്റാക്കി ഇന്നലെ അടിയടിക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോകും ഗൈസ്. ഒന്ന് ഹെൽപ്പൊക്കെ ചെയ്യാം. ഞാൻ ഡ്യൂട്ടിയിലല്ലേ. സാരമില്ല, ഫോണോടെ സ്റ്റിക്കർ വെച്ചിട്ട് ഇങ്ങോട്ട് വന്ന് ഹെൽപ്പ് ചെയ്താലും മതി. അപ്പോൾ ഗൈസ്, ഞാൻ ഹെൽപ്പിലേക്ക് പോട്ടെ, അല്ലെങ്കിൽ മൊത്ത ക്രെഡിറ്റും നമ്മുടെ പാർട്ട്ണർ ഏറ്റെടുക്കും. അങ്ങനെ ക്രെഡിറ്റ് നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ച് പണിയൊക്കെ ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്ക് വെളുത്തുള്ളി പൊളിച്ചു കൊടുക്കാം. വെളുത്തുള്ളി പൊളിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കി കൊടുക്കാം ഗൈസ്. അടുത്ത ദിവസം നമ്മൾ സ്പെഷ്യൽ ഒരു ഡിഷായിട്ട് വരുന്നുണ്ട്. സ്പെഷ്യൽ ഡിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ സാധനം. താങ്ക് യു. അതിന് കാലാവസ്ഥ മഴയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വെളി വെച്ചാൽ ടൈമിൽ ഇതുണ്ടാക്കി കഴിയാൻ പറ്റും. അല്ലാതെ മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അലമ്പാവും, കാരണം മണ്ടവാശം ഓപ്പൺ ആയതുകൊണ്ട് വള്ളി കിട്ടും. ടെറസടേ എന്തോ കുമരകത്തപ്പം എന്തുവാ പറയുന്നത്? മുകൾ വശം. ഇവിടെ മേളിൽ മണ്ടയ്ക്ക് അങ്ങനെയൊക്കെ പറയും ഗൈസ്. നിങ്ങളുടെ നാട്ടിൽ ടെറസിൻ്റെ മുകൾ വശം എന്താണ് പറയുന്നത്? കമൻറ്റ് ചെയ്യണേ. അതെ, ശുദ്ധ മലയാളം കോട്ടൺ അല്ലടേ, ഓനാട്ടുകരയടേ, കായംകുളം, മാവേലിക്കര, ഇപ്പാട്. അത് നിന്റെ തെറ്റുകാരനാ. മലയാളം എന്നും ഇന്നും എന്നും ഒറിജിനൽ മലയാളം സംസാരിക്കുന്ന ഇവിടാണ് ശുദ്ധ മലയാളം. അച്ചടി ഭാഷയല്ല. അച്ചടി ഭാഷയിൽ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ? അങ്ങനല്ല ഒറിജിനൽ മലയാളം എന്ന് പറയുന്നത്. എന്തുവാണ് എന്നതാന്ന് ചോദിക്കുന്നതാണോ? എന്തുവാന്നല്ലേ ചോദിക്കേണ്ടത്, അല്ലാതെ എന്നതാ എങ്ങനെയാന്ന് ചോദിക്കുന്നത്. മെനക്കെട്ട പരിപാടി കേട്ടോ. കഴിക്കുന്നതാണ് എനിക്കിഷ്ടം, പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണമല്ലോ, കാരണം ആവശ്യം നമ്മുടെ ആണല്ലോ. പാതിരാത്രി എണ്ണീച്ച് ഇത് ഇന്നത് വേണമെന്ന് പറയുമ്പം നമ്മളോട് ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ പരിപാടി നടക്കത്തില്ലല്ലോ ഗൈസ്. അംഗീകരിക്കുന്നതേ അതിന്. അയ്യോ ഗൈസ്, ഇത് നമ്മൾ വേണ്ട ഈ ഒരു പരിപാടിയാക്കിയിട്ടുണ്ട്. നമുക്ക് ചോദിക്കാം. താണ്ടേ സെറ്റായിട്ടുണ്ട്. എന്തായാലും കുഴപ്പം? അതിന്റെ തോല് കളഞ്ഞു കൊണ്ടുവരാനാ പറഞ്ഞത്. തോല് ഇതായാലും തോല് കളഞ്ഞേക്കുന്നാണ്ടേ. തരാവോ? കാണിച്ചു തരാം, പിടിക്ക്. ഇങ്ങനെ തോല് കളഞ്ഞെടുക്കില്ലേ?
ഇതാണോ ഉദ്ദേശിച്ചത്? ഇതാണ് ഞങ്ങളുടെ കോട്ടയം നാട്ടിൽ വെളുത്തുള്ളി പൊളിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഇത് ഓണാട്ടുകരയിലെ ഭാഷയാണോ? ഓക്കെ, ഞാൻ സെറ്റ് ചെയ്ത് തരാം. നീ ഇനി ഭാഷയെ കുറ്റം പറയണ്ടാവും. ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഞങ്ങളെ കുറ്റം പറയുന്നു. പൊടി പൊടി പൊടി. അപ്പോൾ ഗൈസ് ഇതിങ്ങനല്ല, ഇച്ചിരി വൃത്തിയായിട്ട് പൊളിക്കണമെന്ന് പറയുന്നത്. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് വൃത്തിയായിട്ട് തിരുവനന്തപുരം ഭാഷ പറയുകയാണെങ്കിൽ വൃത്തിയായിട്ട് തൊലിച്ചെടുക്കാം ഗൈസ്. എന്തോ ഈ പറയുന്നത് തൊലിക്കരുത്? എന്താണ് തൊലിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതിനെന്താ തൊലിക്കരുതെന്ന് പറയുന്നത് ഗൈസ്? തിരുവനന്തപുരത്തെല്ലാം പറയുന്നത് തൊലിക്കരുത്. അത് തെറ്റാണോ? അത് തെറിയാണോ? തെറിയല്ല അത്. ഇത്രയും നാൾ ഓണാട്ടുകരയുടെ ഭാഷ കേട്ടത്, ഇനി തിരുവനന്തപുരം കൂടി കേട്ടോ. അതെന്ത്? തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാനം. തൊലിക്കരുതെന്ന് പറയുന്നത് തെറിയാണോ ഗൈസ്? നിങ്ങൾ പറ. അത് ഒരിക്കലും തെറിയല്ല കേട്ടോ. ഇതാണ് നിങ്ങളുടെ കോട്ടയംകാരുടെ പ്രശ്നം. എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അപ്പയെ ചാടി വീഴും. എനിക്ക് വേറെ ഒരു ഇതൂടെ തരണേ അതിനകത്തോട്ട് ഇടാൻ വേണ്ടി. ഗൈസ് നമ്മൾ വേറൊരു ഫുഡ് സ്പോട്ടിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നല്ല മീൻ കിട്ടുന്ന ഒരു സ്ഥലം. അത് അടുത്ത ദിവസം തന്നെ നമ്മൾ പോകുന്നതാണ്. അപ്പം അത് എവിടെയാണെന്ന് ഉള്ളത് അടുത്ത ദിവസം നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ അറിയിക്കുന്നതാണ് അല്ലേ? ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഗസ് ചെയ്യും. എവിടെയാണെന്നറിയാതെ അവരെങ്ങനെ ഗസ് ചെയ്യും. ഏറ്റവും നല്ല മീൻ കിട്ടുന്ന സ്ഥലമാണ് ഗൈസ്. മീൻ ഭയങ്കര റേറ്റും കുറവാണ് അവിടെ. ഫുഡ് മീൻ ഫിഷ് മാത്രമേ ഉള്ളൂ, ഫിഷ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ അവിടെ. അത് ഭയങ്കര റേറ്റ് കുറവാണ്. റേറ്റ് കുറവെന്ന് വെച്ചാൽ നമുക്ക് നല്ല ഇഷ്ടമുള്ള ഐറ്റംസ് എല്ലാം ട്രൈ ചെയ്യാനും പറ്റും. വെറുത്തായിരിക്കും. സൂപ്പർ സ്ഥലമാണ്. അല്ല, നീ ഇത് എന്നെ ഏൽപ്പിച്ചിട്ട് നീ എന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നേ? ഇത് ഞാൻ ചെയ്യില്ലായിരുന്നോ? ഇത് 12 മണിക്കെങ്കിലും കഴിക്കണ്ടേ? ഓ അങ്ങനെ. എടേ തുടക്കക്കാരന് അവരുടേതായ ബുദ്ധിമുട്ടുണ്ടാവും. ഈ 15 പൊറോട്ട എടുത്ത് വെച്ചിട്ട് നിന്നോട് കഴിക്കാൻ പറഞ്ഞാൽ നിനക്ക് കഴിക്കാൻ പറ്റുമോ? ട്രൈ ചെയ്യും, എന്നാലും ഞാൻ വേണ്ടെന്ന് പറയത്തില്ല. പറയുന്നതല്ല, ട്രൈ ചെയ്യും. അത് അഹങ്കാരം, അഹങ്കാരി. കോട്ടയംകാരെ ഒന്നിലും മാറ്റി നിർത്താന്ന് ആരും വിചാരിക്കുന്നു. അതാ കോട്ടയംകാർക്ക് കൊമ്പുണ്ടോ? ആ കൊമ്പുണ്ട്. എന്തേ ഞാൻ പിടിച്ച മാനിന് 3 കൊമ്പ ആണല്ലേ? അതെ, മാനെ പിടിക്കാൻ വേണ്ടി നീ കായംകുളം വരെ വരേണ്ടി വന്നില്ലേ? അത് മാനല്ല, വയലല്ല. ചുമ്മാരിയുടെ അതിനോട് യോജിക്കുന്ന ഒരു ലൈക്ക് കാണാൻ എത്ര ലൈക്ക് ഉണ്ട്, എത്ര കമന്റ് ഉണ്ട്. അന്യ ജില്ലയിൽ നിന്ന് കോട്ടയത്ത് കല്യാണം കഴിക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കും. കോട്ടയം കുമരകം ഭാഗത്ത് തന്നെ കേട്ടണം ഗൈസ്. എന്നാലും നിങ്ങൾക്ക് ഇതിന്റെ ഒരു സുഖം മനസ്സിലാവും, ഇതിന്റെ ഒരു രീതി മനസ്സിലാവുള്ളൂ. എന്തിനും ഏതിനും വിട്ടുകൊടുക്കാത്ത ഇവരുണ്ടല്ലോ. കുമരകത്തെ എല്ലാ പെൺകുട്ടികളോടും ഞാൻ പറയാം, ഒരെണ്ണം കായംകുളത്തിന് വന്നേക്കരുത്. എനിക്കോ ഈ ഇത് വന്നു, നിങ്ങൾക്കും കൂടി വരരുത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ. എന്താ കായംകുളംകാർക്ക് കുഴപ്പം? ഒരു ശുദ്ധ മലയാളാന്നും പറഞ്ഞിട്ട് ഈ സാധനത്തിനൊക്കെ പറഞ്ഞത് മണ്ടയോ? പെരമണ്ട. വിറകിന് പറയുന്ന പൊത്താൻ. എവിടെയാ പൊത്തണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പൊത്താൻ ഞങ്ങൾ പറയും, പൊത്താൻ ശുദ്ധ മലയാളമാണ് മോളെ. ലോകത്ത് കള്ളനെ അംഗീകരിച്ച ഒരു നാട് ഏത് നാടാ? കള്ളനെ അംഗീകരിച്ച നാടാണ് കായംകുളം. എല്ലാ കള്ളന്മാരും ഉള്ളതും കായംകുളത്ത്. അങ്ങനല്ല മോളെ, കായംകുളം എന്ന് പറയുന്നത് സത്യസന്ധനായ ഒരു കള്ളന്റെ നാടാ, മനസ്സിലായോ? ഇവിടെ ഒരുപാട് പ്രത്യേകതകളുള്ള നാടാണ് മോളെ കായംകുളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉത്സവം നടക്കുന്ന സ്ഥലം ഏതാണെന്നറിയാമോ? ഒരു ലോക കള്ളനുള്ളതും കായംകുളത്ത്. അതെ അതെ അതെ. കുമരകത്ത് ഒരു പീസേ ഉള്ളത്, അതിനെ ഞാനീ അടിച്ചുകൊണ്ട് വന്നു. ഇനിയില്ല. നമ്മൾ കഷ്ടപ്പെട്ട് തൊലിച്ച വെളുത്തുള്ളി നമ്മൾ നേരെ അവിടെ കൊണ്ട് വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പോകും. തിരുവനന്തപുരം തിരുവനന്തപുരം നേരെ കിട്ടുന്നത് ഞാൻ ചുമ്മാ പറഞ്ഞാട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കേട്ടോ തിരുവനന്തപുരം. തിരുവനന്തപുരംകാരൻ്റെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടം പപ്പനാവിനെ, ശ്രീ പത്മനാഭൻ. പുള്ളിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗൈസ് നമ്മുടെ പുഴുങ്ങാനിട്ടേക്കുന്നു ഗൈസ്. പച്ചമുളക് പുഴുങ്ങാനിട്ടിരിക്കുന്നു. ഇതെങ്ങനെ? ഇത് രുചി കയറാൻ വേണ്ടിയാണോ പുഴുങ്ങാനിട്ടേക്കുന്നത്? അത് കഴുകാൻ വെച്ചേക്കുന്നത്. ഫ്രൈ. ബാക്കി പരിപാടി എന്താ? പെട്ടെന്ന് ആട്ടെ. എനിക്ക് തിന്നാൻ ധൃതിയായി. ഞാനും കൂടി ചേർന്ന് പൊളിച്ചത് കാരണം അത് പെട്ടെന്നായി. അതെ ഗൈസ്, എൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ നോക്കും വാഞ്ചകി. നമുക്കേ ഇതെല്ലാം കൂടി കഴുകി ആ മിക്സി ജാർ എടുത്തിട്ട് നമുക്ക് അരയ്ക്കാം. അപ്പം ഇനി മിക്സിയിലേക്ക് പോകാം ഗൈസ്. ഇനി നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ അരയ്ക്കണം. ഞാൻ അരയ്ക്കും. ഒരു ഹെൽപ്പ് ചെയ്യണം. എന്താ? താഴെ ഫ്രിഡ്ജിനകത്തുനിന്ന് തൈരും ലെമൺസ് യൂസ് ചെയ്യാനുള്ള സാധനം എടുത്തിട്ട് വരണം. ബൊക്കെ എൻ്റെ ഐഡിയ ആയിപ്പോയി. ഗൈസ് നമുക്ക് താഴെപ്പെടുത്തും. തൈരും നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എത്തിപ്പോയിരിക്കുന്നു. ദൈനാടെ പിടിയടെ. താങ്ക്സ് ഒക്കെ ആവാം. താങ്ക് യു. യു ആർ ഓൾവേസ് വെൽക്കം. കുരുമുളക് കിലോ
ഭയങ്കര വിലയാണ് ഗൈസ്. ഗൈസ് അപ്പൊ നമുക്കേ മസാലയ്ക്ക് വേണ്ടതൊക്കെ അരച്ചെടുക്കാം. മസാല പച്ചമുളകാണ്. ഇതൊരു ഗ്രീൻ മസാല ആയത് കാരണം ഗ്രീൻ ഐറ്റംസ് ആണ് കൂടുതലും. പച്ചമുളക് തോനെ എടുക്കുന്നുണ്ട്. എരിവ് നല്ല എരിവ് വേണം. അതെ, എരിവ് എനിക്ക് നല്ല എരിവ് വേണം കേട്ടോ. എരിവും കൂട്ടിയൊരു പിടി. ഇവനെ ഞാനിന്നൊരു അടി അടിക്കാം. എന്താ അതിന്റെ കൂടെ കഴിക്കുന്നേ? നമുക്ക് പൊറോട്ട ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പൊറോട്ടയ്ക്ക് മാവില്ല. നമുക്ക് ചപ്പാത്തി അടിക്കാം. നമുക്കൊന്നും ഞാനുണ്ടാക്കും. നീ ഒരു കുഴയ്ക്കും മോളെ. നമുക്ക് എല്ലാം വീട്ടിൽ തന്നെ ഹോം കുക്കിംഗ് ആയതുകൊണ്ട് പാതിരാത്രി ഇനി അവിടെ പോലും പൊറോട്ട കിട്ടൂല. പിന്നെ ചില്ലി പാർക്കിലങ്ങനെ പോയി കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും. എന്നാലും വേണ്ട കഴിച്ച് നമുക്കെല്ലാം വീട്ടിൽ നിന്ന് തന്നെ എല്ലാം കുക്ക് ചെയ്ത് തന്നെ കഴിക്കാം. അതാണ് അതിൻ്റെ ഒരു രീതി. അല്ലാതെ കുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് വെളിയിൽ പോയി ഫുഡ് കഴിക്കാനാണെങ്കിൽ അതിനൊരു സുഖം കിട്ടത്തില്ല. അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. കാരണം ഈ പറയുന്ന വ്യക്തിക്ക് മടി തീരെ ഇല്ലാത്തത് കാരണം. പറയൂ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്നെ കഴിഞ്ഞിട്ടേ ഞാൻ സ്റ്റോപ്പായത് എന്താണെന്നറിയാമോ? വേണോ വേണ്ടേന്ന് ഞാൻ ആലോചിച്ചു. കാരണം എനിക്ക് എന്തേലും ഒരു മടി വരുമ്പോ പറയും, നീ അന്ന് അത് പറഞ്ഞില്ലേ ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ വന്നത്. ഇടയ്ക്ക് ഉണ്ടാക്കാന്നൊക്കെ പറയും, എന്നിട്ട് ലാസ്റ്റ് നിമിഷം വരെ പറയും അന്ന് നമുക്ക് ചില്ലി പാർക്കിൽ നിന്ന് മേടിക്കണം. പക്ഷേ ഇല്ലടേ, ഫുഡ് കുക്ക് ചെയ്താലും നീ വന്നതിന് ശേഷം ഞാനെല്ലാം കുക്ക് ചെയ്താൽ കൂടുതലും കഴിക്കുന്നത്. ഞാൻ വന്നതിന് ശേഷം നീ കുക്ക് ചെയ്താ കഴിക്കുന്നത്. ചില്ലി പാർക്കാർക്ക് ഭയങ്കര ഒരു നഷ്ടമാണ്. ആണോ അല്ലേന്ന് ചില്ലി പാർക്കാർ കമന്റ് ചെയ്യണം. കഴിഞ്ഞ ദിവസം കൊച്ചവള് വിളിച്ചപ്പോഴേ അഴീക്ക ഭാഗത്തെങ്ങാണ്ട് ഒരു ചട്ടിച്ചോറിന്റെ വീഡിയോ യൂട്യൂബിൽ കണ്ടു എന്ന് പറഞ്ഞു. ഞണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്കൊന്ന് പോവായിരുന്നു. എന്നാ പിന്നെ അടുത്ത ദിവസം തന്നെ പോയി സെറ്റ് ആക്കാം ഗൈസ്. ഞണ്ടും കൂട്ടി പിടിയും. ഞണ്ട് എനിക്ക് വലിയ പ്രിയമൊന്നുമില്ല. എൻ്റെ പെങ്ങൾക്കും ഇവക്കും ഒക്കെയാണ് ഞണ്ട് പ്രിയം. അത് മെനക്കെട്ട് കഴിക്കാൻ കഴിയില്ലാത്തോണ്ടാണ്. ആണ്, എനിക്ക് എന്താ പറയുന്നത്, പെട്ടെന്ന് കഴിക്കാൻ പറ്റണം. അല്ലാതെ നീ പഞ്ചാരയാണെന്ന് നോക്കണേ. അത് ഉപ്പാണോ പഞ്ചാരയാണെന്ന് നോക്കിയിട്ട് ഇടാവും കേട്ടോ. എനിക്ക് കാണാം. അതൊക്കെ എനിക്ക് എല്ലാം ഒരു കൈക്കണക്കാ കേട്ടോ. കണക്കൊന്നും പറയാൻ എനിക്കറിയത്തില്ല. എനിക്ക് എൻ്റെ ഭാഗത്തിന് എല്ലാം കൈക്കണക്കാണ്. ഇന്ന് വരെ അത് തെറ്റിയിട്ടില്ല. ദൈവം അനുഗ്രഹിച്ച്. അതെ, തെറ്റിയാൽ അന്ന് കഴിക്കും. കട്ടിംഗ് ബോർഡ് എടാ, എനിക്കൊരു നാരങ്ങ വെള്ളം അടിച്ചാടേ. എന്തിനാ നീ ഇങ്ങനെ നോക്കുന്നേ? തീരുമ്പോ പണി തരാൻ ഞാൻ കുപ്പി തന്ന ഭൂതോ? എടി, ഒരു ഭർത്താവിന് ഇഷ്ടമുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു ഭാര്യയുടെ കടമയാണ് പാർവതി. ഭർത്താവിന്റെ കടമ എന്താന്ന് ഭാര്യമാര് ഈ അറിയാവുന്ന ഇത് പറഞ്ഞ് കേൾക്കുന്ന കുറച്ച് ഭാര്യമാരിൽ നമ്മുടെ ഗ്യാങ്സ് ഉണ്ടല്ലോ, അവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇവർക്ക് നമ്മൾ ചെയ്തു കൊടുത്തത് ഇവർ തിരിച്ച് നമുക്ക് എന്താ ചെയ്തത്? നമ്മൾ ഇതിനകത്ത് ഒരു നാരങ്ങ എസ്ക്യൂസ് ചെയ്ത് ഒഴിച്ചുള്ളൂ. നമുക്കിത് മാഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെ അതെന്റെ ഒരു രീതി. ഷെഫിന്റെ രീതി. സത്യസന്ധമായിട്ട് പറയണം, ഞാൻ ഇത് കല്യാണം കഴിഞ്ഞപ്പോ 2 കൊല്ലാവുന്നു. ഇത്രയും നാളായിട്ട് ഞാൻ ഉണ്ടാക്കി തന്ന ഏതെങ്കിലും ഒരു ഫുഡ് കഴിക്കാൻ പറ്റാതിരുന്നിട്ടുണ്ട്. നീ ഉണ്ടാക്കി തന്നോണ്ടാണ് പാറു ഇപ്പം രാത്രി 12 മണിക്ക് എണ്ണീറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോഴും നീ രാത്രി ഓരോ ഫുഡുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ, നിന്റെ കയ്യിരിപ്പ് തന്നെ. ഞാൻ പഠിപ്പിച്ചു. അതെ, അതുകൊണ്ട് കഴിക്കാൻ പോകും. സ്ഥിരം ഷവർമ കഴിക്കണം. ഒരു ദിവസം ഞാൻ പറയുന്ന ഒരു കാര്യം ഞാൻ വീട്ടിലുണ്ടാക്കി തരാം. അന്ന് തുടങ്ങിയതാണ്. രാത്രി 12 മണിയാകുമ്പോ ഒരു വിളി, പാറു ഫുഡ് കഴിച്ചാലോ? ഇതെല്ലാം കേട്ട് നീ ഇവിടെ ഇങ്ങനെ കിടക്കുക. നിന്നെ ഇനി എന്നെ വറുത്തൊരടി അടിക്കാം. പെട്ടെന്നാട്ടെ. പക്ഷെ നമ്മള് ഇത് ഗ്രില്ല് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യം ഈ പച്ച, അതായത് ഗ്രീൻ മസാലയില് ഗ്രില്ല് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആവോലി പോലത്തെ ഒരു മീനുണ്ടല്ലോ, ഈ പരന്നിരിക്കുന്ന ടൈപ്പ്. ഇവിടെ എന്താ കാര്യങ്ങളൊക്കെ എന്താ അത് പറയുന്നതെന്ന് അറിഞ്ഞില്ല. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മള് കോട്ടയം ഭാഷ പറയുന്ന മീനൊന്നും ആയിരിക്കത്തില്ല ഇവർ ഇങ്ങോട്ട് പറയുന്നത്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. ഒറിജിനൽ മീനിന്റെ പേര് മാറ്റി പറയരുത്, ഒറിജിനൽ തന്നെ പറയണം. 2 കൊല്ലം ആയില്ലേ ഇവിടെ നാട്ടിലെ? ഇവിടുത്തെ കായംകുളംകാരിയായി. ഇനിയിപ്പോൾ ഇവിടുത്തെ പേരൊക്കെ പഠിക്കുക. അതാണ് അതിൻ്റെ ഒരു രീതി. എന്താ കിളിമീൻ എന്താ പറയുന്നത്? കിളിമീൻ ചുമന്നോര. പിന്നെ ചുമന്നോരക്ക് എന്താണ് പറയുന്നത്? എന്താ കിളിമീനോ? എന്താ കിളി ചിറകുണ്ടോ മീന്? കിളിമീൻ എന്തോ പേരാടി. ചുമന്നിരിക്കുന്ന മീൻ, ചുമന്ന കോര. അരയ്ക്കാം. ഇത്രയും മുട്ടുമ്പോ കൊഞ്ഞനം കുത്തുക.
ഇത് അരഞ്ഞ കാണും മൊത്തം. പക്ഷേ നോക്കി ഒന്നുകൂടെ അരയണം. എന്റെ ഗായ്സ്, എന്റെ മൂക്കിനകത്തോട്ട് തുളച്ച് എന്ത് മസാലയാണ് വരി കൂക്കിനകത്ത് വലിച്ച് മൂക്കിനകത്തോട്ട് ആര് കയറ്റാൻ പറഞ്ഞു? കഴിച്ചു കഴിഞ്ഞാൽ വയറിന് പണിയൊന്നും കിട്ടത്തില്ലേ? എന്നാ കഴിക്കണ്ട, വെയിറ്റ്. നമുക്ക് അതിനകത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം, നല്ലപോലെ പേസ്റ്റ് ആവുള്ളൂ. നമുക്ക് വെള്ളം കൊടുക്കാം. കുറച്ച് വാട്ടർ ടാങ്കൊക്കെ ഇങ്ങോട്ട് മാറ്റിയുണ്ട്. മതിയാ? മതി. എല്ലാം അറിയാം, പക്ഷെ ഞാൻ പറഞ്ഞു കൊടുക്കണം. എന്തോ ചെയ്യാനാ? മര്യാദക്ക് ഞാൻ അരയ്ക്കാന്ന് പറഞ്ഞു, സമ്മതിക്കുകയല്ല. അങ്ങനെ നീ മാത്രമായിട്ട് ചെയ്യുമ്പോ അതിനൊരു എങ്ങനെയുണ്ട് ഗൈസ്? ഇന്നൊരു പിടി നിങ്ങളത് കണ്ടോ? സ്പെഷ്യൽ പാർവതിയുടെ സ്കൈ യൂക്കിന്റെ മസാല മൂക്കിനകത്ത് അടിച്ചിട്ട് മൂക്കൊക്കെ എരിയുന്നു. അല്ല, ഇയാളല്ലേ പറഞ്ഞു ഇച്ചിരി മുന്നേ എനിക്ക് എരിവ് വേണോ? വിട്ടു തരത്തില്ല പാർവതി. ഇനി എന്താ നമ്മുടെ അടുത്ത പരിപാടി? തേച്ച് പിടിപ്പിക്കണം. ഓക്കെ, പൂശ് വാരി പൂശവനെ. എടി, ഇതിനകത്ത് മഞ്ഞപ്പൊടി ചേർക്കണോ? ഒരു കുറച്ച്. എന്താ ഈ മഞ്ഞപ്പൊടി ചേർക്കുന്നതിന്റെ ഒരു വിഷാംശങ്ങളൊക്കെ പോകുന്നാ പറയുന്നത്. മഞ്ഞപ്പൊടി, മഞ്ഞളും ചന്ദനവും ഒരിച്ചിരി മതി കളയാൻ, നമ്മുടെ കളർ മാറരുതല്ലോ. ഓക്കെ, ഇനി കൊഞ്ച എരിവിന് കുരുമുളക് പൊടി. കുരുമുളക് ഇത്രയും മതിയോടെ? മതിയടേ. അത് മതിയോന്ന് ചോദിക്കാൻ വേറൊരു കാര്യമുണ്ട്. ഭയങ്കര എരിവാണ് മസാലക്ക്. മസാല കുറച്ച് കയ്യിലോട്ട് തീർച്ചു, അതൊരിച്ചിരി തോണ്ടി വായി വെച്ചപ്പോ നല്ല എരിവ്. ഇത്രയൊരു പ്രതീക്ഷയില്ലെന്നാ തോന്നുന്നേ. നിന്റെ പുറകെ ഒരു ദിവ്യപ്രകാശോടി ബൈക്ക് പോകുന്നതാണ് ഗൈസ്. നമുക്ക് കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്യാം. മാഗ്നറ്റ് ചെയ്യാൻ സൂപ്പർ ആയിരിക്കും. തൈര് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. കൊഴാന്നിരിക്കും. ഒരുപാട് ചേർക്കേണ്ട, എരിവ് അങ്ങ് പോകും. നമുക്ക് ഈ മസാലേ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാവേ. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് മീനുള്ളിലേക്ക് തേച്ച് കൊടുക്കാം, അതായിരിക്കും നല്ലത്. ഐ തിങ്ക് ബെറ്റർ അതാന്ന് തോന്നുന്നു. ഇപ്പം ഇടയ്ക്ക് പാറു നമുക്ക് കാണാം. പച്ചക്കളർ തന്നെ ഇറക്കുന്നത്. സ്പെഷ്യൽ മസാലയാണ് ഗൈസ്, സ്പെഷ്യൽ മസാല, സ്പെഷ്യൽ റെസിപ്പി. കുറച്ച് മതി, കാര്യം മതി. അത് മൊത്തത്തിൽ വേണ്ട, ബിക്കോസ് അതിന് ഒരു അത്യാവശ്യം നമുക്ക് വേണ്ട പുളിയും തൈര് ചേർത്തത് കാരണമേ ഓൾറെഡി അതിനൊരു സോഫ്റ്റ്നെസ് ഉണ്ട്. അങ്ങനെ ഏകദേശം നമ്മുടെ മസാല ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി മസാല വാരി കഴിച്ചാൽ നോക്കാൻ മതി. എരിവ് സോറി ഗൈസ്, എരിവ് വൃത്തിയോട് കാണിക്കരുത് കേട്ടോ. ഓവറാക്ടിങ്ങോ? വാർക്കടി ഇച്ചിരി എടുത്ത്. അത്രയല്ല, എനിക്ക് തന്നത് അത്ര എടു. നീ വന്നേ. ഓവറാക്ടിങ് അത് എരിവില്ല. എരിഞ്ഞ് ചത്ത് നല്ല എരിവുണ്ട് കേട്ടോ. അത്രയും ഞാൻ തേച്ചില്ലായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ താരത്തിന് നമുക്ക് എടുത്ത് മസാല തേച്ച് പോയട്ടെ. അവൻ എരിയോ എന്തോ, അവനോ അവളോ. ഗൈസ്, നമ്മുടെ ഈ മീന് ഇത് എത്ര കിലോ ഉണ്ടായിരുന്നു? 1 കിലോയും 250 ഗ്രാമും അല്ലേ? ആണാണ്, 1 കിലോ 250 ഗ്രാമുമാണ് ഗൈസ് ഈ മീൻ. അപ്പം നമുക്ക് അവനെ അങ്ങോട്ട് തേച്ച് സെറ്റാക്കി എടുക്കാം.
കുറച്ച് കളറ് കുറവാണ്. ഏയ് അല്ല, ഒരിക്കലും അല്ല. കൈ തേക്കാത്തോണ്ടേ, നമ്മള് കൈ തേക്കാത്ത വേറൊന്നും കൊണ്ടല്ല, കൈ പുകയും. അവസാനം നീ കൈ ഉപയോഗിച്ചു അല്ലേ? എനിക്കൊരു തൃപ്തി വരും. വാവ്, ഇവിടാണ് മെയിനായിട്ട്. ഈ പാത്രം ഇച്ചിരി ചെറുതായത് കാരണം അരി പൂശ്. മസാല ഞാൻ കുറച്ചേ വെള്ളമാക്കി എടുത്തതാ. നല്ലത് ഉള്ളിലോട്ട് നല്ല രീതിയിൽ പിടിക്കത്തുള്ളൂ. ഇതിനെ പാറു കട്ട് ചെയ്തിട്ട് കൊടുക്കണേ. അത് അതിനകത്തോട്ട് ഇറങ്ങാൻ നമ്മൾ ഒത്തിരി നേരം റെസ്റ്റ് ചെയ്യിപ്പിക്കുന്നില്ലല്ലോ. ഓക്കെ ഗൈസ്, നമ്മുടെ മസാല തേച്ച് പിടിക്കൽ ഏകദേശം തീരാറായിരിക്കുന്നു. അണിങ്ങനെ മസാലയൊക്കെ ഒരു എന്താ പറയുന്നേ, ഒരു മസാജ് സ്പാ മസാജ് ഒക്കെ കൊണ്ട് അവനിങ്ങനെ കിടക്കുകയാണ് ഗൈസ്. അത് പറഞ്ഞപ്പോഴാണ് പറു എനിക്ക് തായ്ലൻഡിൽ പോകണം. പറു ഇല്ല, പക്ഷെ പോണം. തായ്ലൻഡിൽ പോയി കഴിഞ്ഞാൽ മറ്റേ മുതലിറച്ചി കിട്ടുമെന്ന് പറഞ്ഞു. അത് കഴിക്കാൻ വേണ്ടി. അപ്പൊ ഗൈസ്, നമ്മുടെ ചെമ്പല്ലി, സോറി പറ. ചെമ്പല്ലിയല്ല, മുക്കട. ഓക്കെ, പറയടാ. നമ്മുടെ റെഡ് ബില്ലി മസാല തേച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ആ സമയത്ത് നമുക്ക് ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കാം. ഓക്കെ, അപ്പൊ ഇനി മാവ് വഴിയിലേക്ക് പോകാം ഗൈസ്. അപ്പോഴത്തേന് ഇത് ഏകദേശം സെറ്റാവും, പരുവായി കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ച് റെഡി അടി. മൊത്തം വെച്ചേക്കാനോ? അല്ലല്ല, മതി മതി. മതിയോ? പതുക്കെ കൈ കൊണ്ട് കുഴച്ച് എടുക്ക്. ഇപ്പൊ ഇനി നമുക്ക് ചപ്പാത്തി കുഴച്ചിട്ട് കാണാം. സത്യസന്ധമായിട്ട് പറഞ്ഞു, ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാവോ? അതിന് ഓരോന്ന് ചെറിയ റൗണ്ട് ആക്ക്. ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ചെറിയ ബോൾസ് ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോ ഉടനെ അവിടെ വൃത്തിയാക്കാൻ പോയി. ചപ്പാത്തി പരത്തണം. ആദ്യം ചപ്പാത്തി പരത്തുവാണോ ചെയ്യുന്നത്? ഇതുപോലെ ബോൾസ് ആക്കണം. അങ്ങനെ അവസാനം നമ്മുടെ ചപ്പാത്തിക്കുള്ള ബോൾസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി അടുത്തത് ചപ്പാത്തി പരത്താനുള്ള ഇടം. അങ്ങനെ നമ്മുടെ ചപ്പാത്തി കുഴയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ലക്ഷ്മി എൻ്റെ പെങ്ങള് കൊണ്ടുവന്ന വൈൻ കുപ്പിക്കകത്താണ്. ലക്ഷ്മി നീൻ കൊണ്ടുവന്ന വൈൻ കുപ്പി ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. വൈൻ കുടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടികളൊക്കെ ചെയ്യാൻ ഈ കുപ്പി ഉപയോഗിക്കും ഗൈസ്. അങ്ങനെ നമ്മുടെ ഷെഫ് താണ്ട മെയിനായിട്ട് ചപ്പാത്തി അങ്ങ് പരത്താൻ തുടങ്ങി. ക്രൂഷ്യൽ സിറ്റുവേഷനിൽ കുപ്പി വെച്ചും ചപ്പാത്തി പരത്താമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു ഗൈസ്. പഞ്ചാബി ചപ്പാത്തിയാണോ ഇത്? പഞ്ചാബികളങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പഞ്ചാബികൾ ഫ്ലൈറ്റ് പിടിച്ചു വന്നിരിക്കും. നമ്മുടെ ചപ്പാത്തിക്ക് ഇതാകൃതി ഗൈസ്. ഇനിയാണ് നമ്മുടെ മലയാളി ചപ്പാത്തി. പഞ്ചാബി ചപ്പാത്തി ഇങ്ങനെ മാറിയില്ലേ. ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നതിന്റെ വശം പെർഫെക്റ്റ്. ചപ്പാത്തി, ഇന്ത്യൻ ചപ്പാത്തി ആയി ഗൈസ്. ഇനി അത് അതിന്ന് പറഞ്ഞ് തിരിച്ചിരുന്നു. എന്താടാ ഗൈസ്, ഇതാണ് നെറ്റിപ്പട്ട ചപ്പാത്തി. ആനകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. ആനയുടെ നെറ്റിക്കിടുന്നതിന് ആനയുടെ ആകൃതി അല്ല, സോറി, നെറ്റിയുടെ ആകൃതിയില്ലേ ഇത്. ഗൈസ്, ഇത് പുതിയ ഇത് കുപ്പി ചപ്പാത്തി. ലക്ഷ്മി, നിന്റെ വൈൻ കുപ്പി ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത്. എടേ ഇങ്ങി തരാമെങ്കിൽ ഞാനത് പെട്ടെന്ന് പരത്തി തരാം. ഓക്കെ, എന്നാലും ഒരു വട്ടം കൂടെ എനിക്ക് ശ്രമിക്കാമല്ലോ. ഓക്കെ, ഒരു വട്ടം കൂടെ. ആ മാവ് കൊണ്ട് ശ്രമിച്ചാൽ മതി കിട്ടും. ഈ മാവ് കൊള്ളത്തില്ല. അല്ല, അത് മതി, അത് മതി. വേറെ മാവ് ഇതിൽ ഞാൻ പൊടിക്കും. ഇത് വേറെ ഒന്നല്ല ഗൈസ്, ഇത് കണ്ടിങ്ങനെ ആരോടാ മുളക് കളി? ഇങ്ങനെ ഇട്ട് കറുകാൻ ഇട്ടത് അതിങ്ങനെ. ഇനി ആരോടാ കുട്ടി കളിക്കുന്നത്? എന്നോടോ? 10 ചപ്പാത്തി ഒറ്റക്കിലും തിന്ന് തീർക്കുന്ന എന്നോടോ?
തിന്നുന്ന അത്ര എളുപ്പമല്ലല്ലോ. കണ്ടോ 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 ഇന്ത്യയുടെ പൂവടോ. ഇത് കുറച്ചു മുമ്പ് താങ്കൾ തന്നെയല്ലേ പറഞ്ഞ ആകൃതിക്കകത്തല്ല ഇതിന്റെ വിഷനകത്താണ്. ഓക്കെ ഓക്കെ, ഇനി അതൊന്ന് അവിടുന്ന് പറിച്ചെടുത്തേ. ആരോടാടോ താൻ കളിക്കുന്നത് ഭാര്യ? ഇത് ഇന്ത്യൻ മെയ്ഡ് ചപ്പാത്തി. ഈ ചപ്പാത്തിക്ക് പലതരം പ്രത്യേകതകളുണ്ട്. തോന്നല്ലേ ചപ്പാത്തി ഒന്ന് കാണാം. ഇനിയും പൊടിയിടുള്ളൂ. അതെ ഓക്കെ. ഇങ്ങനെ നമ്മുടെ പഞ്ചാബി ചപ്പാത്തിയുടെ മണ്ടയ്ക്കോട്ട് നമ്മളെ ഇന്ത്യൻ ചപ്പാത്തി കണ്ടില്ലേ? ഇന്ത്യയുടെ പൂപ്പടാ. ശ്രീലങ്ക മാറി നിൽക്കുന്നുണ്ടോ ഗൈസ്? ശ്രീലങ്ക മാറി നിൽക്കുന്നുണ്ടോ ഗൈസ്? ഒരു രാജ്യ സൗഹാർദ്ദമാണ് ഞാൻ ഈ എന്താ ചപ്പാത്തിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് പഞ്ചാബി ചപ്പാത്തി ഇപ്പുറത്തിട്ട് കൊടുക്കുക. മതി, നീ ഒന്ന് മാറാവോ? ഓക്കെ, ഞാൻ എൻ്റെ പരിപാടി കഴിഞ്ഞു ഗൈസ്. ഇനി ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഗൈസ് നമ്മുടെ ചപ്പാത്തി പരത്ത് കണ്ട് അത് എന്താ അദ്ദേഹത്തിന്റെ സ്ഥാനം അവിടെ നഷ്ടപ്പെടുവോ എന്നുള്ള ഇത് കണ്ട് നമ്മുടെ അതെ, ഞാൻ നിന്നെക്കാളും നല്ല ചപ്പാത്തി പരത്തുകാരനാവോ എന്നുള്ളത് കൊണ്ടല്ലേ നീ എന്റെ തട്ടിപ്പറിച്ചത്. കുഴപ്പമില്ല, ക്രെഡിറ്റ് വേണ്ട, നീ എടുത്തുകൊള്ളൂ ക്രെഡിറ്റ്. എന്താടി എന്റെ ചപ്പാത്തിക്ക് കുഴപ്പം? ഗൈസ് നിങ്ങളെ നോക്കൂ ഗൈസ്, എന്ത് വർണ്ണ ശബലമായ ചപ്പാത്തി. അത് മതസൗഹാർദ്ദമല്ല, എന്ത് രാജ്യസൗഹാർദ്ദമായ ചപ്പാത്തിയാണ് ഗൈസ് അത്. അപ്പോൾ അങ്ങനെ ഗൈസ് കുറേ നേരത്തെ നമ്മുടെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ ചപ്പാത്തി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം ഓക്കെ, ഈ പറയുന്ന വ്യക്തിയുടെ സ്വന്തം ചപ്പാത്തിയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കിനി നേരെ നമ്മുടെ പാൻ എടുത്ത് സെറ്റ് ചെയ്ത് ഇതിനകത്തോട്ട് വെക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് ആദ്യം ചപ്പാത്തി ഇടാം. അല്ലെങ്കിൽ മീൻ വെച്ചതിന് ശേഷം ചപ്പാത്തി ഇടുന്നത് ശരിയാവില്ല ഗൈസ്, കാരണം അതിൻ്റെ ഒരു സ്മെല്ലും എന്തായാലും നമുക്ക് കറക്റ്റ് പരുവത്തിനുള്ള നമ്മുടെ ദോശക്കല്ല നമുക്ക് കിട്ടിയത് അല്ലേ? നമ്മുടെ ചപ്പാത്തി എങ്ങനെ നമ്മൾ നേരെ നമ്മുടെ ദോശക്കല്ലിലേക്ക് ഇടാൻ പോകുന്നു. നമ്മുടെ ചപ്പാത്തിക്കല്ലിനുള്ള പ്രത്യേകത ഗൈസ്, നമുക്ക് ഇതിനകത്ത് 2 or 3 ചപ്പാത്തി ഇട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ പ്രത്യേകത. ഇതെൻ്റെ ഇന്ത്യൻ ചപ്പാത്തിയാണ് ഗൈസ്, പഞ്ചാബി ചപ്പാത്തി എന്തേ. അപ്പോൾ ഗൈസ് നമ്മുടെ പഞ്ചാബി ചപ്പാത്തിയോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ ചപ്പാത്തി ചുടൽ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അങ്ങനെ ചപ്പാത്തി ഏകദേശം ലാസ്റ്റത്തെ ഘട്ടത്തിലേക്കായി. അപ്പം ഇന്നത്തെ നമ്മുടെ ചപ്പാത്തി ഇവിടെ തീരുകയാണ് ഗൈസ്. അപ്പോൾ ഇതോടെ കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ ഫിഷ് ഫ്രൈ എടുത്ത് നമുക്ക് അതിനകത്തോട്ട് ഇടാം. എന്നിട്ട് ബാക്കി പരിപാടികളിലേക്ക് പോവാം. പഞ്ചാബി ചപ്പാത്തി വേണ്ടവര് പൊൻകനി വ്ലോഗ്സ് നോക്കിയാൽ മതി, അതിനകത്ത് കാണും. അപ്പോൾ ഗൈസ് നമ്മുടെ ചപ്പാത്തി അങ്ങനെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ സാധനത്തിലേക്ക് പോവാം. ദോശക്കല്ല് നമ്മുടെ ചപ്പാത്തി ഇട്ട് ഏകദേശം നല്ല രീതിയിൽ ഹീറ്റായിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നല്ല ചൂട് കല്ലിന് ഏകദേശം ഉണ്ട് കേട്ടോ, നല്ല ചൂട് പിടിക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ റെഡ് ബെല്ലി ഇവിടെ ഏകദേശം സെറ്റായിട്ട് മസാലയൊക്കെ പിടിച്ച് സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റെഡ് ബെല്ലി നേരെ നമ്മുടെ കല്ലിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ചൂടായോ കല്ല്? തൊട്ട് നോക്കാനാ? പൊടിയാണോ? ഓൾറെഡി എൻ്റെ കൈ പൊള്ളിയിരിക്കുകയാണ്. ഗൈസ് അങ്ങനെ ആവി പറന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ റെഡ് ബെല്ലി എടുത്ത് നമുക്ക് അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. റെഡ് ബെല്ലി ഏകദേശം സെറ്റാണ്. ഓക്കെ അല്ലേ? യെസ് ഗൈസ്, റെഡ് ബെല്ലി ഏകദേശം സെറ്റായിട്ട് നമ്മുടെ കല്ലിനകത്ത് ഫ്രൈ ആക്കി എടുത്താൽ മാത്രം മതി ഗൈസ്. നമ്മുടെ റെഡ് ബെല്ലിക്ക് എത്തുന്നുണ്ട് പെതുക്കെ പുകയൊക്കെ ഇങ്ങനെ തട്ടി മറിഞ്ഞടിച്ച് ഇങ്ങനെ പോകുന്നുണ്ട് ഗൈസ്. കാണാൻ തന്നെ എന്ത് രസമാണ്. നമ്മുടെ മസാലയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. എടുത്തോ ഗൈസ്. നമ്മുടെ റെഡ് ബെല്ലി ഏകദേശം ഗൈസ് നമ്മൾ പൊരിച്ചതിനകത്ത് അത്യാവശ്യം അതിൻ്റെ തൊലി മാറ്റിയിട്ട് വീണ്ടും നമ്മൾ അതിൻ്റെ മണ്ടയ്ക്ക് മസാല അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പം കുറച്ചുകൂടെ അതിൻ്റെ ഉള്ളിലേക്ക് മസാല നല്ല രീതിയിൽ ഇറങ്ങും. അപ്പം നല്ല രീതിയിൽ നമുക്ക് സ്പൈസി ആയിട്ട് കഴിക്കാനും പറ്റും അല്ലേ? ഇപ്പം തന്നെ സ്മെല്ല് അടിച്ചിട്ട് നമുക്ക് ക്ഷമയില്ല. അലമ്പ് കാണിക്കാടേ, പറഞ്ഞത് കളയാതെ പോയി. ഞാൻ ആകെ മൊത്തം ഇവിടെ വൈബടിച്ച് നിൽക്കുക. സെറ്റായിട്ട് വേണം ഒരു പിടി പിടിക്കാൻ. നമ്മുടെ മീൻ നമ്മളങ്ങനെ നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ഇട്ടേക്കാണ് ഗൈസ്. ഏകദേശം നമ്മുടെ മീൻ
സെറ്റായി വരുന്നുണ്ട്. നമ്മുടെ മസാലയും കാര്യങ്ങളൊക്കെ അതിനകത്തായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഇല്ല, അത് കൂടുതലായിരിക്കണം. എത്ര നേരം പിടിക്കുമായിരിക്കും? ഒരു 10-20 മിനിറ്റ് എന്തായാലും വേണം. ഓക്കെ, അപ്പോൾ 20 മിനിറ്റ് എന്തായാലും സമയം എടുക്കും. കാര്യം ഇതിന് നെയ്യുണ്ട്. നെയ്യുണ്ട്. നമ്മുടെ ഫിഷ് ഫ്രൈ ഈ പരുവായിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് റെഡ് ബെല്ലി അല്ലേടാ? ഭയങ്കര തിരിച്ചിടാൻ പാടായിരുന്നു. ഇപ്പൊ നമ്മളൊന്ന് മുറിക്കാൻ നോക്കി, മുറിച്ചപ്പോ അതിൽ ഇങ്ങനെ മുറിഞ്ഞു. ഇപ്പൊ ഇനി കഴിച്ചാൽ മതി. എന്തായാലും ഗൈസ് നമ്മുടെ സംഭവം ഏകദേശം സെറ്റായിട്ടുണ്ട്. പരുവത്തിലല്ലോ ഗൈസ്, കഴിക്കുന്ന രുചിയിലല്ലേ കാര്യം. പക്ഷേ ടേസ്റ്റ് വൈസ് ഇപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെ വയറ്റിലോട്ട് കുറെ പോയിട്ടുണ്ട്. അത് എനിക്കിത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഗൈസ് എന്തായാലും നമുക്കിനി ഇത് നേരെ ഇത് പ്ലേറ്റിലാക്കണോടാ, ഇങ്ങനെ എടുത്ത് വെച്ചാൽ പോരെ? നമുക്ക് ഇങ്ങനെ ഇതിൽ നിന്ന് കഴിക്കാം, ഇത് ചൂടോടെ കഴിക്കാം. ഓക്കെ, അപ്പൊ എന്നാ നമുക്ക് ഇത് ഇതൊക്കെ വാങ്ങിച്ചത് നമുക്കൊരു മിന്റ് കട്ടനോടെ പിടിക്കാം. എന്താ പറയുന്നത്? അപ്പൊ ഗൈസ് നമ്മുടെ റെഡ് ബെല്ലി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ ഇത് മാറ്റി നമുക്കൊരു സൈഡിലേക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് മിന്റ് കട്ടനോട് ഇട്ട് കുടിക്കാം. അതുകൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ഈ ചപ്പാത്തി, നമ്മുടെ ഫിഷ്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നല്ല മിന്റ് കട്ടൻ ഇതുണ്ടെങ്കിൽ സെറ്റ് ആയിരിക്കും, അടിപൊളിയായിരിക്കും, രുചിയായിരിക്കും. അപ്പോൾ സമയം ഏകദേശം ഇപ്പം ഒരു 12:30 ആയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ പരുവായി വരുന്നു. വെയിറ്റ്, എൻ്റെ അമ്മോ ഗൈസ്, നമ്മൾ സമയം ഇപ്പം എത്രയാണെന്നറിയാമോ? 12:44 ആയിട്ടുണ്ട് ഗൈസ്. ഏകദേശം 1 മണി ആവുന്നു. അപ്പം ഗൈസ് നമുക്ക് എന്തായാലും ഇനിയും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം വിശപ്പ് നല്ല രീതിയിലായിട്ടുണ്ട്. ക്രേവിങ്സ് എടുത്തിട്ട് എൻ്റെ 2 മണിക്കൂറത്തെ പരിപാടിയാണിത്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഇനിയും ഇത് സെറ്റാക്കി തരാം. ഇതെന്താ അലാവുദ്ദീൻ അത്ഭുതങ്ങളൊക്കെ? സ്വർണ്ണ ചെമ്പാടി, സോറി, ഇപ്പൊ സ്വർണ്ണ ചെമ്പെന്ന് പറയാൻ പറ്റത്തില്ല, അത് അടുത്ത പ്രശ്നം. സൂക്ഷിച്ച് പിടിക്കണേ, ഇതിന്റെ കൊളുത്തിന് ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ് നമുക്ക് നമ്മുടെ കട്ടൻ ചായ, നമുക്ക് നമ്മുടെ ബ്ലാക്ക് ടീ ഇതിനകത്തോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമ്മളെ ഏകദേശം നമ്മുടെ പരിപാടി ഏകദേശം അതിൻ്റെ വൈൻഡപ്പിലേക്ക് എത്തുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കട്ടനായി, നമ്മുടെ ചപ്പാത്തിയായി, നമ്മുടെ രീതിയിലായി. ഇനി ഇത് തട്ടാന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ റെഡ് ബെല്ലി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഏകദേശം 10:30 ആയപ്പോഴാണ് കുക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ ഏകദേശം സമയം 1:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ പരിപാടി ഏകദേശം സെറ്റായി, എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും നമ്മുടെ റെഡ് ബെല്ലി കഴിച്ചു നോക്കാം. നല്ല മിന്റ് കട്ടനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്താണ് നമ്മളിത് അടിക്കാൻ പോകുന്നത്. പിന്നെ ഗൈസ് നമ്മുടെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ പുതിയ നല്ല നല്ല വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റും. പുതിയ വെറൈറ്റി ഒരുപാട് ഡിഷുകൾ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്, നമ്മൾ ചെയ്യുകയും ചെയ്യും ഗൈസ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും മുന്നോട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ല നല്ല കണ്ടന്റും നല്ല നല്ല വീഡിയോയും കാര്യങ്ങളായിട്ട് വരാൻ പറ്റും. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ എൻകറേജ്. അപ്പം നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. നമുക്ക് ഒരു ചപ്പാത്തി എടുത്ത് അതിനകത്തോട്ട് വെച്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എരിവ് കൂടുതലാണോ, അതെ കുറവാണോ? അതെ 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 അതെ. ഇത് ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര സോഫ്റ്റ്. അതെ അതെ, സോഫ്റ്റ് ആണ്, ഭയങ്കര സോഫ്റ്റ് ആണ്. ഇത്രയും ഭയങ്കര പെട്ടെന്ന് ഇതായി കിട്ടും അല്ലേ. ഏകദേശം നമ്മളവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മടക്കി നമുക്കിനി കഴിച്ചു നോക്കാം. അതിന് തന്നെ ഗൈസ് സൂപ്പർ, അട്ടിപ്പൊളി എന്ന് പറഞ്ഞാൽ അട്ടിപ്പൊളി ഗൈസ്. നമ്മുടെ ഉണ്ടാക്കിയ ഷെഫിന് ആദ്യം തന്നെ കൊടുക്കാതെ വേറെ ഒന്നും കൊണ്ടല്ല, ഉണ്ടാക്കിയ അദ്ദേഹം ആയതുകൊണ്ട് ഉണ്ടാക്കിയ ആളല്ലോ കഴിച്ചിട്ട് അഭിപ്രായം പറയേണ്ടത്. ഗൈസ് സൂപ്പറാണ്, അട്ടിപ്പൊളിയാണ്. അപ്പം ഇതിന് മൊത്തത്തിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള കാര്യം, ഇത് മൊത്തം ഇത് ഞാൻ ഫിനിഷ് ചെയ്ത് തരും. അപ്പം നമുക്ക് നമ്മുടെ ഷെഫിനോട് ഇച്ചിരി കൊടുത്ത് നോക്കാം. സൂപ്പർ.
അപ്പോൾ ഗൈസ് ഇപ്പം ഇനി ഇത് ഫില്ലാക്കിയിട്ടുള്ള കാര്യം. അപ്പോൾ ഗൈസ് മുമ്പ് കുറച്ചും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ കൂടുതൽ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഗൈസ് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.